ഇന്ത്യൻ സിനിമയുടെ ആദ്യകാല ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി കാണാം. അക്കാലത്ത് മികച്ച നടിമാർ ഉണ്ടായിരുന്നു, മികച്ച നർത്തകിമാരും ഉണ്ടായിരുന്നു. എന്നാൽ അഭിനയവും ശാസ്ത്രീയ നൃത്തവും ഒരുപോലെ കൈവശപ്പെടുത്തി 5 ഭാഷകളിലെ സിനിമാ പ്രേക്ഷകരെയും ഒരേ സമയം സ്വാധീനിച്ച ഒരു കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുടുംബത്തിൽ നിന്നാണ് 3 സഹോദരിമാർ ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് ഉയർന്നത്: ലളിത, പത്മിനി, രാഗിണി. അവരെ ലോകം പിന്നീട് ഒരു പേരിലാണ് വിളിച്ചത്: ട്രാവൻകൂർ സിസ്റ്റേഴ്സ്. ഇവരുടെ സിനിമാ ജീവിതം വെറും വിജയങ്ങളുടെ പട്ടികയല്ല, ഇന്ത്യൻ സിനിമയിൽ നായിക എന്ന സങ്കല്പത്തിന് പുതിയ രൂപം നൽകിയ ഒരു തലമുറയുടെ കഥയാണത്. സിനിമയിലെ നായികയ്ക്ക് അഭിനയിക്കാൻ മാത്രം അറിയുന്നത് പോരാ, നൃത്തവും കൈവശമാകണം. മുഖഭാവങ്ങളിലൂടെ വികാരങ്ങൾ പകർന്നു നൽകാൻ കഴിയണം. വേദിയിൽ മണിക്കൂറുകളോളം പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയണം. ഈ ധാരണ ശക്തിപ്പെടുത്തിയ കലാകാരികളായിരുന്നു ഈ 3 സഹോദരിമാർ. ഈ യാത്രയുടെ തുടക്കം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നാണ്. പൂജപ്പുരയിലെ മലയ കോട്ടേജ് എന്ന വീട്ടിൽ ജനിച്ച ഇവരുടെ കുടുംബത്തിൽ കല ഒരു ജീവിത രീതിയായിരുന്നു. അമ്മ സരസ്വതി അമ്മ സംഗീതത്തിലും നൃത്തത്തിലും താല്പര്യമുള്ളവളായിരുന്നു. കുട്ടികളുടെ കഴിവ് വളരെ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ കുടുംബം അവരെ മികച്ച ഗുരുക്കന്മാരുടെ അടുത്തേക്ക് അയച്ചു. ഗുരു ഗോപിനാഥിന്റെയും TK മഹാലിംഗം പിള്ളയുടെയും കീഴിൽ അവർ ഭരതനാട്യം അഭ്യസിച്ചു. വേദികളിലെ ഓരോ അവതരണവും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പക്ഷെ അവർ വെറും നൃത്തവേദികളിൽ ഒതുങ്ങിയില്ല. ആ കാലഘട്ടത്തിലെ പ്രശസ്ത നർത്തകനും ചലച്ചിത്രകാരനുമായ ഉദയ് ശങ്കർ ഈ 3 പെൺകുട്ടികളുടെ പ്രകടനം ശ്രദ്ധിച്ചു. താൻ ഒരുക്കുന്ന മഹത്തായ നൃത്തചിത്രമായ കൽപ്പനയിൽ അവസരം നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനായി കുടുംബം മദ്രാസിലേക്ക് താമസം മാറ്റി. ആ തീരുമാനം പിന്നീട് ഈ കുടുംബത്തിന്റെ ജീവിതം മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ ചരിത്രവും മാറ്റിമറിച്ചു. ഈ കുടുംബത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പിന്നീട് മലയാള സിനിമയുടെ പ്രിയങ്കരിയായ സുകുമാരി ഈ കുടുംബത്തിലെ അംഗമായിരുന്നു. പഴയകാല നടി അംബിക സുകുമാരനും ഇതേ പാരമ്പര്യവുമായി ബന്ധമുള്ള കുടുംബമാണ്. എന്തിനേറെ പറയുന്നു, പുതിയ തലമുറയിലെ ശോഭനയും ഈ കുടുംബത്തിന്റെ ഒരു അംഗം പോലെയാണ്. ഈ കുടുംബത്തിൽ നിന്ന് ഇത്രയധികം നടിമാർ ഉയർന്നു വന്നത് ഇന്ത്യൻ സിനിമയിൽ അപൂർവമാണ്. എന്നാൽ 3 സഹോദരിമാരും ഒരുപോലെയായിരുന്നില്ല. ഒരാൾ നൃത്തത്തിലെ കൃത്യത കൊണ്ട് പ്രശസ്തിയായി, ഒരാൾ അഭിനയവും നൃത്തവും ചേർത്ത് സൂപ്പർ സ്റ്റാർ പദവിയിലെത്തി, മറ്റൊരാൾ ചുരുങ്ങിയ കാലം കൊണ്ട് മായാത്ത ഓർമ്മയായി. ആദ്യം പരിചയപ്പെടാം ഈ 3 സഹോദരിമാരിൽ ഏറ്റവും മുതിർന്നവളായ ലളിതയെ. 3 സഹോദരിമാരിൽ സിനിമയുടെ വാതിൽ ആദ്യം തുറന്നത് ലളിതയ്ക്ക് മുന്നിലാണ്. ചെറുപ്പം മുതൽ തന്നെ നൃത്തത്തിലെ കൃത്യതയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തി. ഒരു ചുവടോ ഒരു മുദ്രയോ പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത പരിശീലനമായിരുന്നു അവർ നേടിയത്. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരുടെ പ്രിയ ശിഷ്യയായി ലളിത മാറി. കൽപ്പന എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചതോടെ ലളിതയുടെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടം ആരംഭിച്ചു. അതൊരു സാധാരണ സിനിമയായിരുന്നില്ല. ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തത്തെ ആസ്പദമാക്കി സിനിമയും നൃത്തവും ഒരുമിച്ച് അവതരിപ്പിക്കാൻ നടത്തിയ വലിയ പരീക്ഷണമായിരുന്നു കൽപ്പന. അക്കാലത്ത് ഇത്രയും വലിയ തോതിൽ നൃത്തത്തെ കേന്ദ്ര വിഷയമാക്കിയ സിനിമകൾ വിരളമായിരുന്നു. ആ ചിത്രത്തിലെ പ്രകടനത്തിലൂടെയാണ് ദക്ഷിണേന്ത്യയിലെ നിരവധി സംവിധായകരും നിർമ്മാതാക്കളും ട്രാവൻകൂർ സിസ്റ്റേഴ്സിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ലളിതയ്ക്ക് തുടർച്ചയായി സിനിമകളിൽ അവസരങ്ങൾ ലഭിച്ചു. തമിഴ് സിനിമയിലായിരുന്നു തുടക്കം, എങ്കിലും പിന്നീട് മലയാളം, തെലുങ്ക് ഭാഷകളിലും അവർ സജീവമായി. 3 സഹോദരിമാരിൽ പത്മിനിയാണ് പിന്നീട് ഏറ്റവും വലിയ താരമായത്. രാഗിണി ബഹുഭാഷാ സിനിമകളിൽ ശ്രദ്ധ നേടി. എന്നാൽ ഈ 2 പേരുടെയും വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ ഒരുക്കിയത് ലളിതയുടെ ആദ്യകാല വിജയങ്ങളാണെന്ന് സിനിമാ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു. 1951 പുറത്തിറങ്ങിയ മണമകൾ ലളിതയുടെ കരിയറിലെ പ്രധാന ചിത്രങ്ങളിൽ ഒന്നാണ്. തമിഴിലെ ഇതിഹാസ സംവിധായകനായിരുന്ന NS കൃഷ്ണൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് പിന്നീട് തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രിയായ M കരുണാനിധിയായിരുന്നു. മുൻഷി പരമപിള്ളയുടെ സുപ്രഭ എന്ന മലയാളം നാടകത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രമൊരുക്കിയത്. ട്രാവൻകൂർ സിസ്റ്റേഴ്സിലെ പത്മിനി, ലളിത എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. ഇവർക്കൊപ്പം SV സഹസ്രനാമം, TS ബാലയ്യ, NS കൃഷ്ണൻ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് പെള്ളിക്കുതുരു എന്ന പേരിൽ ഈ ചിത്രം തെലുങ്കിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. അക്കാലത്ത് വിവാഹം, സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങൾ തുറന്നു പറയാൻ പോലും സമൂഹം മടിച്ചിരുന്ന കാലമാണ്. അത്തരമൊരു സമയത്ത് സമൂഹത്തിലെ അനാചാരങ്ങളെയും സ്ത്രീകളുടെ ചൂഷണത്തെയും ചോദ്യം ചെയ്ത ധീരമായ സിനിമയായിരുന്നു മണമകൾ. ലളിത അവതരിപ്പിച്ച കഥാപാത്രം കഥയുടെ വികാരഭാരം വഹിക്കുന്ന പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു. ഒരു നർത്തകി എന്നതിലുപരി മികച്ച അഭിനേത്രി കൂടിയാണെന്ന് അവർ തെളിയിച്ചത് ഈ ചിത്രത്തിലൂടെയാണ്. അവരുടെ സംഭാഷണങ്ങളും മുഖഭാവങ്ങളും നൃത്തരംഗങ്ങളും നിരൂപകരുടെ പ്രശംസ നേടി. പിന്നീട് വർഷങ്ങൾ കടന്നുപോയപ്പോൾ ലളിതയുടെ കഥാപാത്രങ്ങളും മാറി. നായികയിൽ നിന്ന് അമ്മയായും അമ്മായിയായും കുടുംബത്തിലെ മുതിർന്ന സ്ത്രീയായും അവർ അഭിനയിച്ചു. വേഷങ്ങൾ മാറിയെങ്കിലും അഭിനയത്തിലെ മികവ് ഒരിക്കലും കുറഞ്ഞില്ല. ഒരു കാലത്ത് നായികയായി തിളങ്ങിയ കലാകാരി കാലത്തിനനുസരിച്ച് സ്വയം മാറ്റി പ്രേക്ഷകരുടെ മനസ്സിൽ വീണ്ടും ഇടം നേടുകയായിരുന്നു. 1982 ലളിത അന്തരിച്ചെങ്കിലും ഇന്ത്യൻ സിനിമയ്ക്ക് അവർ നൽകിയ സംഭാവന ഇന്നും ആദരവോടെയാണ് ഓർമ്മിക്കപ്പെടുന്നത്. എന്നാൽ ട്രാവൻകൂർ സിസ്റ്റേഴ്സിന്റെ കഥയിലെ ഏറ്റവും വലിയ അധ്യായം ഇനി തുടങ്ങുകയാണ്. 3 സഹോദരിമാരിൽ ഒരാൾ പിന്നീട് ദക്ഷിണേന്ത്യയുടെ അതിർത്തികൾ കടന്ന് ഇന്ത്യ മുഴുവൻ ആരാധിച്ച താരമായി മാറി. നൃത്തവേദിയിൽ അവർ പ്രത്യക്ഷപ്പെട്ടാൽ കയ്യടി നിലയ്ക്കില്ല. ക്യാമറയ്ക്ക് മുന്നിലെത്തിയാൽ കഥാപാത്രം ജീവനെടുക്കും. ആ കലാകാരിയുടെ പേര് പത്മിനി. സിനിമാ ലോകം അവരെ വിശേഷിപ്പിച്ചിരുന്നത് മറ്റൊരു പേരിലുമായിരുന്നു: നാട്യപേരൊളി. ആ വിശേഷണം വെറുതെ ആയിരുന്നില്ല, ഒരു
ഭരതനാട്യ അവതരണത്തിന് ആവശ്യമായ ലാസ്യവും ഭാവവും കൃത്യതയും ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയവുമായി സമന്വയിപ്പിക്കാൻ പത്മിനിക്ക് അസാധാരണമായ കഴിവുണ്ടായിരുന്നു. അതിനാലാണ് അവർ അഭിനയിച്ച കഥാപാത്രങ്ങൾ വെറും കഥാപാത്രങ്ങളായി മാത്രം നിൽക്കാതെ പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിച്ചത്. തമിഴ് സിനിമയിൽ ശിവാജി ഗണേശൻ, MG രാമചന്ദ്രൻ, ജെമിനി ഗണേശൻ തുടങ്ങിയ മഹാതാരങ്ങൾക്കൊപ്പം അവർ തുടർച്ചയായി നായികയായി. മലയാളത്തിൽ സത്യനും പ്രേം നസീറിനുമൊപ്പം അഭിനയിച്ചു. ഹിന്ദിയിൽ രാജ് കപൂറിനൊപ്പം അഭിനയിച്ച് ഉത്തരേന്ത്യൻ പ്രേക്ഷകരുടെയും സ്നേഹം നേടി. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കേറിയ നായികമാരിൽ ഒരാളായിരുന്നു പത്മിനി. വഞ്ചിക്കോട്ടെ ബാലിബൻ നൃത്തം തന്നെ കഥയാക്കിയ സിനിമയാണ്. 1958 പുറത്തിറങ്ങിയ വഞ്ചിക്കോട്ടെ വാലിബൻ തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ ഇന്നും പ്രത്യേക സ്ഥാനമുള്ള ചിത്രമാണ്. ഈ സിനിമയിലെ ഒരു രംഗം മാത്രം മതി പത്മിനിയുടെ കഴിവ് മനസ്സിലാക്കാൻ. അത് പത്മിനിയും വൈജയന്തിമാലയും തമ്മിലുള്ള നൃത്ത മത്സരമാണ്. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച നൃത്തരംഗങ്ങളിൽ ഒന്നായി ഇന്നും ഈ രംഗം വിലയിരുത്തപ്പെടുന്നു. ഇതൊരു നൃത്ത മത്സരം മാത്രമായിരുന്നില്ല. രണ്ട് അതുല്യ നർത്തകിമാർ അവരുടെ കലാപാഠവും പരസ്പരം അവതരിപ്പിച്ച അപൂർവ നിമിഷമായിരുന്നു അത്. ഈ രംഗം ചിത്രീകരിക്കാൻ ദിവസങ്ങളോളം പരിശീലനം നടത്തിയെന്നാണ് സിനിമാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും നൃത്ത വിദ്യാലയങ്ങളിൽ ഈ രംഗം പഠന വിഷയമായി ഉപയോഗിക്കുന്നു. പത്മിനിയുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളിലൊന്ന് ആ വർഷമാണ് പുറത്തിറങ്ങിയത് തില്ലാന മോഹനാംബാൾ. ചിത്രത്തിൽ അവർ അവതരിപ്പിച്ചത് പ്രശസ്ത ഭരതനാട്യ നർത്തകിയായ മോഹനാംബാൾ എന്ന കഥാപാത്രത്തെയാണ്. ശിവാജി ഗണേശൻ അവതരിപ്പിച്ച നാദസ്വര വിദ്വാനായ ഷൺമുഖ സുന്ദരവുമായി അവൾക്ക് രൂപപ്പെടുന്ന ബന്ധമാണ് ചിത്രത്തിന്റെ കേന്ദ്രം. കലാകാരന്മാരുടെ ആത്മാഭിമാനം, പ്രണയം, മത്സരം, ത്യാഗം ഈ വികാരങ്ങളെല്ലാം സമന്വയിപ്പിച്ച ചിത്രമായിരുന്നു തില്ലാന മോഹനാംബാൾ. മോഹനാംബാളായി പത്മിനി ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അവരുടെ നൃത്തം അഭിനയമായി തോന്നിയില്ല, അഭിനയം നൃത്തമായി തോന്നിയില്ല. രണ്ടും സ്വാഭാവികമായി ഒന്നായി മാറി. ഇന്നും ഈ ചിത്രം തമിഴ് സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പത്മിനിയുടെ ഏറ്റവും മികച്ച പ്രകടനം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം സിനിമാ നിരൂപകരും ആദ്യം പറയുന്ന പേര് തില്ലാന മോഹനാംബാൾ തന്നെയായിരിക്കും. 1984 ഫാസിൽ സംവിധാനം ചെയ്ത നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന സിനിമയിലൂടെ വർഷങ്ങൾക്ക് ശേഷം പത്മിനി തിരിച്ചു വന്നു. നദിയ മൊയ്തുവിന്റെ ആദ്യ ചിത്രമായതിൽ പത്മിനി ചെയ്ത അമ്മൂമ്മ വേഷം ഇന്നും മലയാളികൾക്ക് സുഖമുള്ള ഒരു ഓർമ്മയാണ്. എന്നാൽ ട്രാവൻകൂർ സിസ്റ്റേഴ്സിന്റെ കഥയിൽ ഇനിയും പറയാനുള്ള ഒരു അധ്യായം ബാക്കിയുണ്ട്. അധികം സംസാരിക്കപ്പെടാതെ പോയെങ്കിലും അഭിനയത്തിലും നൃത്തത്തിലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരി. ജീവിതം വളരെ ചെറുപ്പത്തിൽ അവസാനിച്ചെങ്കിലും സിനിമയിൽ അവർ അവശേഷിപ്പിച്ച ഓർമ്മകൾ ഇന്നും മാഞ്ഞിട്ടില്ല. ട്രാവൻകൂർ സിസ്റ്റേഴ്സിൽ ഏറ്റവും ഇളയവളായിരുന്നു രാഗിണി. മൂത്ത സഹോദരിമാരെ പോലെ തന്നെ ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിച്ച രാഗിണി വേദികളിൽ അവതരിപ്പിച്ചിരുന്ന പ്രകടനങ്ങളിലൂടെയാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് സിനിമയിലേക്ക് എത്തിയപ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം വളരെ വേഗം തിരിച്ചറിഞ്ഞു. രാഗിണിയുടെ അഭിനയ ശൈലി ലളിതയുടേതോ പത്മിനിയുടേതോ ആയിരുന്നില്ല. അവർക്ക് സ്വന്തമായൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കഥാപാത്രത്തിന്റെ ആത്മവിശ്വാസം പ്രേക്ഷകർക്ക് അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു അത്. തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലായി അവർ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. പല പ്രമുഖ താരങ്ങൾക്കൊപ്പവും അവർ നായികയായി. 1958 പുറത്തിറങ്ങിയ യഹൂദി രാഗിണിയുടെ പ്രധാന ഹിന്ദി ചിത്രങ്ങളിൽ ഒന്നാണ്. ബിമൽ റോയ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ദിലീപ് കുമാർ, മീനാകുമാരി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ പ്രധാന വേഷങ്ങളിലെത്തി. റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് റോമിൽ ജൂതന്മാർ നേരിട്ട പീഡനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ പറയുന്നത്. ആഖാ ഹഷർ കാശ്മീരിയുടെ യഹൂദി കി ലഡ്കി എന്ന പ്രശസ്തമായ പാഴ്സി ഉറുദു നാടകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. റോമൻ ഗവർണറുടെ ക്രൂരതയ്ക്ക് ഇരയായ ഒരു ജൂത വ്യാപാരി പ്രതികാരമായി ഗവർണറുടെ മകളെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം മകളായി വളർത്തുന്നു. പിൽക്കാലത്ത് അവൾ ഒരു റോമൻ രാജകുമാരനുമായി പ്രണയത്തിലാകുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ചരിത്ര പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച ഈ സിനിമയിൽ രാഗിണിയുടെ കഥാപാത്രത്തിന് വലിയ ദൈർഘ്യമില്ലായിരുന്നെങ്കിലും ദേശീയ തലത്തിൽ അവരുടെ സാന്നിധ്യം രേഖപ്പെടുത്താൻ ഈ ചിത്രം സഹായിച്ചു. ദക്ഷിണേന്ത്യൻ സിനിമയിൽ മാത്രമല്ല ഹിന്ദി സിനിമയിലും അവർക്ക് അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയതിന്റെ തെളിവായിരുന്നു ഇത്. എന്നാൽ മലയാളത്തിൽ അവർക്ക് ഏറ്റവും ജനപ്രീതി നേടിക്കൊടുത്തത് ഭാര്യ എന്ന സിനിമയിലെ വേഷമായിരുന്നു. 1962 പുറത്തിറങ്ങിയ ഈ ചിത്രം വെറും ഒരു കുടുംബകഥ മാത്രമായിരുന്നില്ല. കേരളത്തിലെ കുടുംബ പ്രേക്ഷകരെ ആഴത്തിൽ സ്പർശിച്ച വൈകാരിക അനുഭവമായിരുന്നു അത്. ഉദയ സ്റ്റുഡിയോസിന്റെ ബാനറിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഈ സിനിമ സാഹിത്യകാരൻ കാനം EJ അതേ പേരിലുള്ള പ്രശസ്ത നോവലിനെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചത്. കേരളത്തെ നടുക്കിയ തിരുവല്ല അമ്മുലു കൊലപാതക കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ആ നോവൽ എഴുതപ്പെട്ടത്. പിന്നീട് അതേ കഥ സിനിമയായപ്പോൾ പ്രേക്ഷകർ അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രം ബെന്നി എന്ന അധ്യാപകനാണ്. ആ വേഷത്തിൽ അഭിനയിച്ച സത്യൻ. ബെന്നിയുടെ ഭാര്യ ലീലയായി എത്തിയത് രാഗിണിയായിരുന്നു. സ്നേഹമുള്ള ഭാര്യ, കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്ന അമ്മ, ഭർത്താവിന്റെ സന്തോഷം മാത്രമാണ് തന്റെ സന്തോഷം എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ സ്ത്രീ. അങ്ങനെയാണ് സിനിമയുടെ തുടക്കത്തിൽ ലീലയെ നാം കാണുന്നത്. എന്നാൽ ആ കുടുംബത്തിന്റെ സമാധാനം അധികം നാൾ നീണ്ടു നിന്നില്ല. ബെന്നി തന്റെ വിദ്യാർത്ഥിനിയായ ഗ്രേസിയുമായി പ്രണയത്തിലാകുന്നു. അന്ധമായ ബന്ധം കാരണം സ്വന്തം കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും അവൻ അവഗണിക്കാൻ തുടങ്ങുന്നു. ഭർത്താവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ലീല പലവട്ടം ശ്രമിക്കുന്നു. സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും കണ്ണീരിലൂടെയും. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ ഗ്രേസിക്കൊപ്പം ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ബെന്നിയെ തടയാൻ ലീല ശ്രമിക്കുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന സംഘടനത്തിൽ ലീല ബോധരഹിത
ബോധരഹിതയായി വീഴുന്നു. അവൾ മരിച്ചുവെന്ന് തെറ്റിദ്ധരിച്ച ബെന്നിയുടെ അച്ഛൻ സംഭവം ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി ബോധരഹിതയായി കിടക്കുന്ന ലീലയ്ക്ക് നേരെ വെടിയുതിർക്കാൻ ബെന്നിയെ പ്രേരിപ്പിക്കുന്നു. ആ വെടിയുണ്ട് ജീവനുണ്ടായിരുന്ന ലീലയുടെ ശരീരത്തിലേക്കാണ് തുളച്ചു കയറുന്നത്. അങ്ങനെ സ്വന്തം ഭർത്താവിന്റെ കൈകളാൽ മരണപ്പെടുന്ന ഭാര്യയായി രാഗിണി പ്രേക്ഷകരുടെ ഹൃദയം തകർത്തു. ഈ സിനിമയിലൂടെയാണ് രാഗിണി ഒരു മികച്ച നർത്തകി മാത്രമല്ല, അതിശക്തമായ വികാരരംഗം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അഭിനേത്രി കൂടിയാണെന്ന് തെളിയിച്ചത്. അവരുടെ കണ്ണുകളിലെ നിസ്സഹായത, സംഭാഷണങ്ങളിലെ നിയന്ത്രണം, തകർന്നു പോകുന്ന ഒരു കുടുംബത്തിന്റെ വേദന മുഖഭാവങ്ങളിലൂടെ അവതരിപ്പിച്ച രീതി, ഇവയെല്ലാം അന്നത്തെ നിരൂപകരുടെയും പ്രേക്ഷകരുടെയും ഒരുപോലെ പ്രശംസ നേടി. ഭാര്യ തിയേറ്ററുകളിൽ വൻ വിജയമായി. ചിത്രത്തിന്റെ ജനപ്രീതി അത്രയേറെയായിരുന്നു. അതിലെ സംഭാഷണങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഗ്രാമഫോൺ റെക്കോർഡ് പുറത്തിറക്കി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ അത്തരമൊരു നേട്ടം കൈവരിച്ച ആദ്യ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അത്. പൊൻകുന്നം വർക്കി എഴുതിയ സംഭാഷണങ്ങൾ ജനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിച്ചതാണ് ആ വിജയത്തിന് പിന്നിൽ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ദേവരാജൻ. അതിലെ ഗാനങ്ങൾ ജനപ്രീതി ഇരട്ടിയാക്കി. പെരിയാറെ പെരിയാറെ, ഓമന കൈകളിൽ ഒളിച്ചു വെച്ചതെന്താണ്, ദയാപരനായ കർത്താവെ, ഈ ഗാനങ്ങൾ ഇന്നും മലയാള സിനിമാ സംഗീതത്തിന്റെ മനോഹരമായ ഓർമ്മകളിൽ ഉൾപ്പെടുന്നു. ഭാര്യയുടെ വിജയത്തോടെ രാഗിണി കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടി. അവർ വെറും നൃത്തനടി മാത്രമല്ല, ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ പ്രേക്ഷകരിലേക്ക് പകർന്നെത്തിക്കാൻ കഴിവുള്ള ഒരു മികച്ച അഭിനേത്രിയാണെന്ന് ആ സിനിമ അടിവരയിട്ടു. സിനിമയിൽ വിജയങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാഗിണിയുടെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞത്. വിവാഹശേഷം അവർ സിനിമയിൽ നിന്ന് ക്രമേണ വിട്ടുനിന്നു. തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടി തുടങ്ങി. അർബുദ രോഗം സ്ഥിരീകരിച്ചതോടെ ചികിത്സ തുടരുകയായിരുന്നുവെങ്കിലും രോഗത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. 1976 വെറും 39 വയസ്സിൽ രാഗിണി വിടവാങ്ങി. ട്രാവൻകൂർ സിസ്റ്റേഴ്സിൽ ആദ്യം നഷ്ടമായത് ഏറ്റവും ഇളയ സഹോദരിയായിരുന്നു. അവരുടെ മരണം സിനിമാ ലോകത്തെ മാത്രമല്ല, കലാലോകത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തി. എന്നാൽ ലളിതയും പത്മിനിയും രാഗിണിയും ചേർന്ന് സൃഷ്ടിച്ച പാരമ്പര്യം അവിടെ അവസാനിച്ചില്ല. അവർ 3 നടിമാർ മാത്രമായിരുന്നില്ല, അവർ ഇന്ത്യൻ സിനിമയിലെ നൃത്തത്തിന്റെയും അഭിനയത്തിന്റെയും പുതിയ ഭാഷ സൃഷ്ടിച്ച കലാകാരികളായിരുന്നു. ഇന്നും അവരുടെ സിനിമകൾ കാണുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാകും. എന്തുകൊണ്ടാണ് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന പേര് ഇന്നും ആദരവോടെ ഓർക്കപ്പെടുന്നത്. ഇന്ത്യൻ സിനിമയുടെ ആദ്യകാല ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും. ഓരോ കാലഘട്ടത്തിനും ആ കാലത്തെ പ്രതിനിധീകരിക്കുന്ന ചില മുഖങ്ങളുണ്ടാകും. 50കളെയും 60കളെയും ഓർമ്മിക്കുമ്പോൾ അത്തരത്തിൽ ആദ്യം മനസ്സിലെത്തുന്ന പേരുകളിൽ ഒന്നാണ് ട്രാവൻകൂർ സിസ്റ്റേഴ്സ്. ലളിത, പത്മിനി, രാഗിണി 3 പേരും ഒരേ വീട്ടിൽ വളർന്നു, ഒരേ ഗുരുക്കന്മാരുടെ കീഴിൽ പരിശീലനം നേടി, ഒരേ വേദികളിൽ നൃത്തം അവതരിപ്പിച്ചു, പിന്നീട് ഒരേ സിനിമാ ലോകത്തേക്ക് എത്തി. പക്ഷെ അവരുടെ യാത്രകൾ ഒരിക്കലും ഒരുപോലെയായിരുന്നില്ല. ലളിത കൃത്യതയുടെയും അച്ചടക്കത്തിന്റെയും പ്രതീകമായി, പത്മിനി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നർത്തകി നായികമാരിൽ ഒരാളായി മാറി. രാഗിണി ചുരുങ്ങിയ കാലം കൊണ്ട് ബഹുഭാഷാ സിനിമകളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു. 3 വ്യക്തിത്വങ്ങൾ, 3 അഭിനയ ശൈലികൾ, 3 വ്യത്യസ്ത ജീവിതങ്ങൾ. എന്നാൽ കലയോടുള്ള സമർപ്പണത്തിൽ അവർ ഒരുപോലെയായിരുന്നു. കാലം കടന്നുപോയെങ്കിലും തില്ലാന മോഹനാമ്പാൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. വഞ്ചിക്കോട്ടെ വാലിബനിൽ നൃത്ത മത്സരം ഇന്നും പുതിയ തലമുറയെ വിസ്മയിപ്പിക്കുന്നു. കൽപ്പന ഇന്ത്യൻ നൃത്ത ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഇന്നും പഠിക്കപ്പെടുന്നു. കലയിലൂടെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയായി മാറിയ ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന അതുല്യ കലാകാരികൾക്ക് ആദരാഞ്ജലികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.